പിന്നെ ഞാൻ ഇറങ്ങട്ടെ. അല്ല നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കണേ? അല്ല, എൻ്റെ കാറിൻ്റെ ഫാസ്ടാഗ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. ഫാസ്ടാഗ് ഒക്കെ എപ്പോഴെങ്കിലും അപ്ഡേറ്റ് ചെയ്താൽ പോരെ? അയ്യോ, എപ്പോഴെങ്കിലും പറ്റൂല. പിന്നെ അപ്പൊ നിങ്ങൾ അറിഞ്ഞില്ലേ? ഫാസ്ടാഗ് അപ്ഡേറ്റ് ചെയ്യേണ്ട സമയം അവസാനിക്കുകയാണ്. ഈ വർഷം ഒക്ടോബർ 30-നുള്ളിൽ എല്ലാ വാഹനങ്ങളുടെയും ഫാസ്ടാഗുകൾ അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് നിർദ്ദേശം. ഒരു വാഹനം വാങ്ങുമ്പോൾ അതിന്റെ രജിസ്ട്രേഷൻ മുതൽ തന്നെ നമ്മൾ കേൾക്കുന്ന വാക്കാണ് ഫാസ്ടാഗ് എന്നത്. 4 വീലർ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഏറ്റവും പരിചയമുള്ള ഒരു വാക്കുകൂടിയാണിത്. ഒരു ദീർഘദൂര യാത്രയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ നമ്മളൊക്കെ ആദ്യം ചിന്തിക്കുന്നത് ഫാസ്ടാഗ് റീചാർജ് ചെയ്തിട്ടുണ്ടോ എന്നതായിരിക്കും. ശരിക്കും എന്താണ് ഈ ഫാസ്ടാഗ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? റോഡ് ടാക്സ് നമ്മളിൽ നിന്ന് ഈടാക്കുന്നതിന് കേന്ദ്ര സർക്കാർ നടപ്പാക്കി വരുന്ന സംവിധാനമാണ് ഫാസ്ടാഗ്. ടോൾ പ്ലാസകളിലെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി സുഗമമാക്കാൻ ഫാസ്ടാഗ് അക്കൗണ്ടുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതിലൂടെ കഴിയും. ഈ വർഷം ഓഗസ്റ്റ് 1 മുതൽ നമ്മുടെയൊക്കെ വാഹനങ്ങളുടെ ഫാസ്ടാഗ് റെഗുലേറ്ററി മാനദണ്ഡങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. 5 അതിലധികമോ വർഷം പഴക്കമുള്ള ഫാസ്ടാഗുകൾ പുതുക്കണമെന്നാണ് പുതിയ മാർഗനിർദ്ദേശം. കൂടാതെ 3 വർഷത്തിനുള്ളിൽ കൂടുതൽ പഴക്കമുള്ള അക്കൗണ്ടുകൾ KYC അപ്ഡേഷൻ നടത്തണം. ഇത്തരം അപ്ഡേഷനുകൾ നടത്തിയില്ലെങ്കിൽ നമ്മുടെ ഫാസ്ടാഗ് അക്കൗണ്ടുകൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യാം. ഫാസ്ടാഗ് ഉപയോഗിക്കുന്നവർ വാഹന രജിസ്ട്രേഷൻ നമ്പർ, ചേസിസ് നമ്പർ, മൊബൈൽ നമ്പർ എന്നിവയുമായി അക്കൗണ്ട് ലിങ്ക് ചെയ്യണം. ഫാസ്ടാഗ് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആപ്ലിക്കേഷൻ വഴി തന്നെയാണ് അപ്ഡേഷൻ പ്രൊസീജിയറുകളും നടത്തേണ്ടത്. കൂടാതെ വാഹനത്തിന്റെ മുൻവശത്തു നിന്നും പിൻവശത്തു നിന്നും നമ്പർ പ്ലേറ്റ് വ്യക്തമാകുന്ന രീതിയിൽ ഓരോ ഫോട്ടോ വീതം അപ്ലോഡ് ചെയ്യുകയും വേണം. നമ്മുടെയൊക്കെ വണ്ടികളുടെ ദുരുപയോഗം തടയുക, സുരക്ഷ, തിരിച്ചറിയൽ എന്നിവ ഉറപ്പാക്കുക എന്നതൊക്കെയാണ് ഇപ്പോൾ നടത്തിവരുന്ന ഫാസ്ടാഗ് അപ്ഡേഷനുകളിലൂടെ ലക്ഷ്യമാക്കുന്നത്. അപ്പൊ എങ്ങനെയാ, പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യല്ലേ?